new and super recipe ഉണ്ടാക്കി നോക്കിയാലോ? ഉണ്ടാക്കാം വെജ് സ്പ്രിംഗ് റോൾ. ഈ റെസിപ്പി അയച്ചെന്ന അമലാബാദിലെ റൊമാൻറ്റിക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനി നമുക്ക് യമ്മി വെജ് റോൾ ഉണ്ടാക്കി നോക്കിയാലോ? സൂപ്പർ ടേസ്റ്റ് ആണ് ട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വെജ് സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 3-4 അല്ലി, സവാള ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത്, 3-4 ഇതള് ക്യാബേജ് അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ക്യാരറ്റ് ഒരു മീഡിയം സൈസ്, ക്യാപ്സിക്കം ഒരു പകുതി. ഇത്രയും നീളത്തിലാണ് ഇതെല്ലാം അരിയേണ്ടത്. സ്പ്രിംഗ് റോൾ ഷീറ്റ്, ചില്ലി സോസ്, സോയാ സോസ്. ഇനി നമുക്ക് 2 സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലവണ്ണം വഴറ്റി സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് നമുക്ക് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ആ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സവാള നൈസായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് അതിന്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ് ഘനം കുറച്ചരിഞ്ഞതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാക്കി പച്ചക്കറികളൊക്കെ അതിലേക്ക് ചേർക്കാം. അതായത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, ഒട്ടും ഘനമില്ലാണ്ട് വേണം അരിയാനായിട്ട്. ഘനം കുറച്ച് നീളത്തിൽ വേണം ഇത് അരിയാൻ. സ്പ്രിംഗ് റോളിന് എല്ലാം പച്ചക്കറികൾ നീളത്തിലാണ് അരിയുന്നത്. ക്യാബേജ്, എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്ന് വാടി വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതധികം വെന്ത് പോവണ്ട, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, വെറുതെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്താൽ മാത്രം മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ നമുക്ക് സോസുകൾ ചേർക്കാം. അത് റെഡ് ചില്ലി സോസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, അത് 1 സ്പൂൺ ഒഴിക്കാം. സോയാ സോസ് അത് 2 സ്പൂൺ. എല്ലാം കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയിട്ട് അതൊന്ന് നല്ലോണം ആ മസാല യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ അത് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ ചേർക്കുന്നത് ഒന്ന് കുഴഞ്ഞൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ ഇതിൻ്റെ മസാല വെജ് റോളിൻ്റെ അല്ലെങ്കിൽ സ്പ്രിംഗ് റോളിൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിൽ വെച്ചൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ മസാല കുറച്ചെടുത്ത് ആ ഷീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കിയെടുക്കാം. ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെയായിട്ട് റോൾ ചെയ്ത് എടുക്കുക. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. റോൾ ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും രണ്ട് വശവും നല്ലോണം മടക്കി ഒന്നുകൂടി റോൾ ചെയ്യുക. അതുപോലെ മറ്റേ സൈഡും ചെയ്യാം. അതിനുശേഷം ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി വെക്കാം. ആ മൈദ കൊണ്ട് നമുക്കിത് ഒട്ടിച്ച് ചേർക്കാം. നമ്മുടെ വെജ് സ്പ്രിംഗ് റോള് വറക്കാനായിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഇതെല്ലാം വറുത്തെടുക്കാം. അതിനായിട്ട് എണ്ണ നമ്മൾ ഗ്യാസിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇതൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഇപ്പോൾ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു സൈഡും കൂടി ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കാം. ടൊമാറ്റോ സോസ് ഇതിൽ നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ചേർക്കാം. മസാലയിൽ ഇത് ഓപ്ഷണലാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല, കാരണം സോസ് കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുക. നമ്മുടെ വെജ് സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്തതായതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി അയച്ചു തന്ന രമാൻറ്റിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഇനി അടുത്ത പുതിയൊരു വിഭവവുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.